ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണിന്ന്. അവധി ദിവസമായതിനാൽ തീർത്ഥാടകരുടെ എണ്ണം പകൽ സമയത്ത് വലിയ തോതിൽ വർദ്ധിച്ചേക്കും. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ശബരിമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല തിരക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്ക് തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നും ഈ സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 80,000-അടുത്ത ആളുകളാണ്, അതായത് 79,000 കടന്ന് ഏതാണ്ട് 80,000-ലേക്ക് എത്തുന്ന ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെയും ഏതാണ്ട് 6 മണി വരെയുള്ള കണക്ക് പ്രകാരം 20,000-ഓളം ഭക്തർ ദർശനം നടത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടെ നീണ്ട ക്യൂ, ഈ ഫ്ലൈ ഓവറിലെ തിരക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തീർത്ഥാടന കാലത്തൊക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒരിടത്തും ഭക്തരങ്ങനെ തിങ്ങി കൂടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം തന്നെ നടപ്പന്തലും മറ്റും ക്യൂ ഉണ്ട്. മരക്കൂട്ടത്തിന് ശേഷം ഇങ്ങോട്ട് എത്തുന്ന ഭാഗങ്ങളിലാണ് ക്യൂ അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ മിനിയാന്നാണ്, അതായത് 6-ാം തീയതിയാണ് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. അത് 92,000 എന്ന റെക്കോർഡിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കിയാൽ ഇന്നലെ ഏതാണ്ട് 10,000-ൽ പരം തീർത്ഥാടകരുടെ എണ്ണം കുറവുണ്ട്. ഇന്ന് രാവിലെയും ഉള്ള ഒരു ഭക്തരുടെ ഒഴുക്ക് പരിഗണിച്ചാൽ അത് കുറവാണ്. അതായത് ഈ 6-ാം തീയതി കണക്കുമായി വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെയും രാവിലെ ഏതാണ്ട് 7 മണിയുടെ കണക്കിൽ ഏതാണ്ട് 27,000-ഓളം ഭക്തർ സന്നിധാനത്ത് ദർശനം നടത്താൻ എത്തിയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും നല്ല തിരക്ക് തുടരുന്നു. ഒരു കാര്യമുള്ളത്, സുഗമമാണ് തീർത്ഥാടനം എന്ന് തന്നെയാണ്. കാര്യമായ ബുദ്ധിമുട്ടുകൾ ഭക്തർക്ക് ഇതുവരെയും എവിടെയും അനുഭവിക്കുന്നതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. എന്തായാലും കാര്യങ്ങൾ സുഗമമായി പോവുകയാണ് സന്നിധാനത്ത്. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പതിവ് തെറ്റിക്കാതെ അയ്യപ്പന് വനവിഭവങ്ങളുമായി അഗസ്ത്യാർകൂടത്തെ ഗോത്രവിഭാഗമായ കാണിമാർ ഇത്തവണയും എത്തി. 150 അംഗ സംഘമാണ് ഇത്തവണ ശബരിമല സന്നിധാനത്തെത്തിയത്. സംഘാംഗങ്ങളിൽ പലരും ശബരിമല ദർശനത്തിന് വേണ്ടി മാത്രമാണ് കാട് വിട്ടിറങ്ങുന്നത്. അഗസ്ത്യനിൽ നിന്നും ശബരിയുടെ പൂങ്കാവനത്തിലേക്ക് അവർ ഒരുമിച്ചെത്തി, കാട്ടിൽ നിന്ന് ശേഖരിച്ച വനവിഭവങ്ങളുമായി. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേൻ, കാട്ടിൽ വിരിഞ്ഞ കദളിക്കുല, കരിമ്പ്, കാട്ടുകുന്തിരിക്കം, മുളയിലും ഈറ്റയിലും ചൂരലിലും തീർത്ത പൂക്കുടകൾ, പെട്ടികൾ. അങ്ങനെ ഭക്തർ പതിവായി സമർപ്പിക്കുന്ന കാണിക്കയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവരുടെ സമർപ്പണം. കോട്ടൂർ മുണ്ടണി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തരാണ്. എല്ലാവരും അഗസ്ത്യകൂട പർവ്വതത്തിന്റെ അടിവാരത്തുള്ള വിവിധ സെറ്റിൽമെന്റുകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാണി വിഭാഗം എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഭക്തരാണ്. വർഷങ്ങൾക്ക് മുമ്പ് കാൽനടയായി തന്നെ ആദിവാസി മൂപ്പന്മാർ ശബരിമല എന്ന കാനന ക്ഷേത്രത്തിൽ വരികയും വനവിഭവങ്ങളായ ചെറുതേന്, കാട്ടുകുന്തിരിക്കം, കാട്ടിലെ കദളിക്കൊല തുടങ്ങിയ ഈറ്റയിലും ചൂരലിലും തീർത്ത പെട്ടി, കുട്ട, പൂവട്ടികൾ, ഇങ്ങനെ പലവിധ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് കാഴ്ചവെച്ചിരുന്നു. അതിനെ പിൻപറ്റി അവരുടെ പിൻതലമുറക്കാരും ആചാരം ഇന്നും മുറതെറ്റാതെ തന്നെ വളരെ കൃത്യമായി നടക്കുന്നു. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അടക്കം 150-ഓളം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ദർശന പുണ്യത്തോടെ മടങ്ങുമ്പോൾ വീണ്ടും അടുത്ത മണ്ഡലകാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് അഗസ്ത്യവനത്തിന്റെ അവകാശികൾ. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, സന്നിധാനം.